ഇന്ന് ഈ വീഡിയോ കൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മൾ കഴിഞ്ഞ വീക്കിലെടുത്ത കുറച്ച് ട്രേഡ്സിൻ്റെ ട്രേഡ് ബ്രേക്ക് ഡൗൺ എന്നുള്ള രീതിയിലാണ്. നമ്മൾ ബേസിക്കലി ട്രേഡ് ബ്രേക്ക് ഡൗൺ അല്ല, നമ്മുടെ ഈ ഒരു ട്രേഡിൻ്റെ PNL വെച്ചിട്ട് എങ്ങനെ റിസ്ക് റിവാർഡ് മാനേജ് ചെയ്തിട്ട് നല്ല ട്രേഡ്സുകൾ എടുത്ത് എന്നുള്ളതിനെ കുറിച്ചാണ് വീഡിയോ ചെയ്യുന്നത്. സോ ബേസിക്കലി നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ റിസ്ക് റിവാർഡ് മാനേജ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ അത് നമ്മുടെ PNL വെച്ചിട്ട് ഒരു വീഡിയോ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. എന്തുകൊണ്ട് ട്രേഡ് ബ്രേക്ക് ഡൗണിലോട്ട് പ്രോപ്പറായിട്ട് പോകുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ യൂട്യൂബിൽ വരുന്ന സ്റ്റോക്കിൻ്റെ വീഡിയോസുകളൊക്കെ ഇതിൽ നിന്ന് എടുത്ത വീഡിയോസുകളാണ്. ഇതിൽ നിന്ന് അതിൻ്റെ കംപ്ലീറ്റായിട്ട് നമ്മൾ 10-13 മിനിറ്റിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോസ് ട്രേഡ് ബ്രേക്ക് ഡൗൺ ആയിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് നമ്മൾ വേറെ ട്രേഡ് ബ്രേക്ക് ഡൗൺ എന്നുള്ള രീതിയിൽ നോക്കേണ്ട ആവശ്യമില്ല. സോ നമ്മൾ ഈ ഒരു PNL വെച്ചിട്ട് ആക്ച്വലി നമ്മൾ ആ ഒരു ട്രേഡ്സിലൊക്കെ എടുത്ത ട്രേഡ്സിലൊക്കെ എങ്ങനെ പ്രോപ്പർ റിസ്ക് റിവാർഡ് മാനേജ് ചെയ്തു എന്നുള്ളത് നമുക്ക് നോക്കാം. സോ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റിസ്ക് റിവാർഡ് എങ്ങനെ മാനേജ് ചെയ്യാം, എങ്ങനെ പ്രോപ്പർ റിസ്ക് റിവാർഡ് മാനേജ് ചെയ്തിട്ട് മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്. സോ ഫസ്റ്റ് ഞാൻ എൻ്റെ ഈ ഒരു PNL പോകുന്നതിന് മുമ്പ് എനിക്ക് ഫസ്റ്റ് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ ആക്ച്വലി നമ്മൾ റിസ്ക് റിവാർഡ് മാനേജ് ചെയ്ത് കഴിഞ്ഞാലാണ് ഇതിൽ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുക, മാർക്കറ്റിൽ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. ഇപ്പോൾ എന്തിലായി കഴിഞ്ഞാലും നമ്മൾ എല്ലാത്തിനും ഒരു റിസ്ക് ഉണ്ട് അല്ലേ. ഇപ്പോൾ മാർക്കറ്റിൽ എന്ത് ട്രേഡ് എടുത്ത് കഴിഞ്ഞാലും അതിനൊരു റിസ്ക് ഉണ്ട്. സോ പ്രോപ്പറായിട്ടുള്ള ഒരു റിസ്ക് മാനേജ്മെൻറ്റിലൂടെ മാത്രമാണ് ആക്ച്വലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, മാർക്കറ്റിൽ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ നമുക്ക് മാർക്കറ്റിൽ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ആക്ച്വലി റിസ്ക്കാണ്. സോ നമുക്ക് എത്രത്തോളം നമുക്ക് പോവാം എന്നുള്ളതിനൊരു ലിമിറ്റ് നമുക്ക് വെക്കാൻ പറ്റും. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഒരു കുറച്ച് ക്യാപിറ്റൽ ഉണ്ട്, ആ ക്യാപിറ്റലിൽ ഒരു 1%, 2% ആണ് നിങ്ങൾ റിസ്ക് വെക്കുന്നതെന്നുണ്ടെങ്കിൽ ആക്ച്വലി അത് നിങ്ങൾക്ക് കൺട്രോൾഡ് ആണ്. ആ ഒരു സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് അല്ലെങ്കിൽ ആ ഒരു റിസ്ക് മാനേജ്മെൻറ്റ് പ്രോപ്പറായിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ അത് ആക്ച്വലി നിങ്ങളുടെ കയ്യിലാണ്. ആക്ച്വലി അതെന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ്. ഏതൊരു ട്രേഡറിനും അവരുടെ റിസ്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രോപ്പറായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇപ്പം നിങ്ങളുടെ കയ്യിൽ ഒരു ഇത്ര ക്യാപിറ്റൽ ഉണ്ട്, ഈ ഒരു ക്യാപിറ്റൽ നമ്മൾ 1% റിസ്ക് ആണ് ഇൻട്രാഡേ ട്രേഡിൽ ഒരു ദിവസം എടുക്കുന്നതെങ്കിൽ ആ ഒരു റിസ്ക് മാത്രം എടുക്കുക. സോ ദാറ്റ്സ് കൺട്രോൾ. അങ്ങനെ ഒരു ഡിസിപ്ലിൻ ഉണ്ടാകുന്ന സമയത്താണ്, അങ്ങനെ കൺസിസ്റ്റൻസി ഉണ്ടാകുന്ന സമയത്താണ് ആക്ച്വലി ഒരു ട്രേഡർ സക്സസ്ഫുൾ ആകുന്നത്, അല്ലെങ്കിൽ ഒരു ട്രേഡർ കൺസിസ്റ്റൻസിയിലോട്ട് എത്തുന്നത് ആ ഒരു ഡിസിപ്ലിൻ ഉണ്ടാകുന്നതാണ്. പ്രത്യേകിച്ച് ഈ ഒരു റിസ്ക് റിവാർഡ് മേഖലയിൽ റിസ്ക് റിവാർഡ് പ്രോപ്പർ എന്നുണ്ടെങ്കിൽ ആ ഒരു ട്രേഡർ ഡിസിപ്ലിനും കൂടെ ആയിരിക്കണം. സോ വെറുതെ ഒരിക്കലും ഒരു റിസ്ക് റിവാർഡ് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റില്ല. ഒരു ട്രേഡറിന് പെട്ടെന്നൊരു റിസ്ക് റിവാർഡ് മാനേജ്മെൻറ്റിലൂടെ ഒന്നും എത്താൻ ബുദ്ധിമുട്ടായിരിക്കാം. സോ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡിസിപ്ലിൻഡും കൂടെ ആണെന്നുണ്ടെങ്കിലാണ് ആക്ച്വലി നമ്മൾ എന്തിലോട്ട് വരുന്നത്, പ്രോപ്പർ റിസ്ക് റിവാർഡ് മാനേജ്മെൻറ്റിലോട്ട് വരുന്നത്. സോ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് എപ്പോഴും നമുക്കൊരു ട്രേഡ് പ്ലാൻ ഉണ്ടാകണം. ഈ ഒരു ട്രേഡ് പ്ലാനിൽ ഒരു സ്റ്റോക്കിൽ നമ്മൾ എൻട്രി എടുക്കുന്ന സമയത്ത് ആ ഒരു സ്റ്റോക്കിൽ എത്രത്തോളം റിസ്ക് എടുക്കാം എന്നുള്ളത് നമ്മൾ പ്രീ പ്ലാൻഡ് ആയിരിക്കണം. അതിനനുസരിച്ചുള്ള ട്രേഡുകൾ, അതിനനുസരിച്ചുള്ള ക്വാണ്ടിറ്റീസാണ് പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ആ ട്രേഡിൽ എടുക്കാൻ പറ്റുള്ളൂ. അതിനപ്പുറം പോകരുത്, മാത്രമല്ല അതിന് കുറഞ്ഞും പോകരുത്. ആ ഒരു റിസ്കിൽ ആക്ച്വലി എന്ത് ചെയ്യുക, മാനേജ് ചെയ്തിട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ്. ഇപ്പം നിങ്ങൾക്കൊരു സ്റ്റോക്കിന് എടുക്കുന്ന സമയത്ത് ഒരു പ്രോപ്പർ റിസ്ക് ആണ് എത്ര. ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്ന ഈ ഒരു ചാർട്ടിൽ, മീൻസ് ഇവിടെ കാണുന്ന ഈ ഒരു ഡോക്യുമെൻറ്റിൽ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും, ഇവിടെ വരുന്ന ഓരോ ലോസും ആക്ച്വലി ഒരു 500 to 600 റേഞ്ചിലാണ് ലോസ് വരുന്നത്. ഓക്കെ, പ്രോഫിറ്റിന് അങ്ങനെ മാക്സിമം പ്രോഫിറ്റിന് അങ്ങനെ പ്രത്യേകിച്ച് ഒരു ഇതില്ല. പക്ഷേ ലോസ് ആക്ച്വലി ഫിക്സ്ഡ് ആണ്. ഇവിടുത്തെ ലോസ് നോക്കുന്ന സമയത്ത് 532 റുപ്പീസാണ് ലോസ് വരുന്നത്. ഇവിടെ 10 രൂപയുടെ ലോസ്, ഇവിടെ 531, ഇവിടെ 516. അപ്പോൾ അതായത് 600 വരെ പോകുന്നില്ല. അപ്പം പോയി കഴിഞ്ഞാൽ പോലും 500 to 600 ലെവലാണ് ആക്ച്വലി ഞാൻ എടുക്കുന്ന മാക്സിമം ലോസ്. അതായത് ആ രീതിയിലാണ് ആക്ച്വലി എൻ്റെ ട്രേഡ്സിന് അല്ലെങ്കിൽ എൻ്റെ ആ ഒരു സ്റ്റോക്കിൽ ഞാൻ ഉപയോഗിക്കുന്ന സെറ്റപ്പ് ഞാൻ മാനേജ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ സെറ്റപ്പിൽ ഞാൻ നോക്കുന്ന സമയത്ത് ഞാൻ മാനേജ് ചെയ്യുന്ന എത്ര സ്റ്റോക്കുകൾ എടുക്കാമെന്ന് എനിക്കൊരു പ്ലാൻ ഉണ്ട്. ആ ഒരു സ്റ്റോക്കിൽ ഓരോ സ്റ്റോക്കിനും എത്രത്തോളം റിസ്ക് വെക്കാം എന്നുള്ളൊരു പ്രീ പ്ലാൻ ഉണ്ട്. സോ ആ ഒരു പ്ലാനാണ് ആക്ച്വലി ഞാൻ എന്ത് ചെയ്യുന്നത്, മാർക്കറ്റിൽ എക്സിക്യൂട്ട് ചെയ്യുന്നത്. സോ അങ്ങനെ ആയിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, റിസ്കിനെ മാനേജ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഇവിടെ നോക്കുന്ന സമയത്ത് എനിക്ക് എന്നൊക്കെയാണ് ലോസ് ഉണ്ടായത്. ഇപ്പോൾ എനിക്ക് ദീപക് നൈട്രേറ്റ് എടുത്തതിൽ ഇതൊരു ലോസ് ആയിരുന്നു. അപ്പോൾ ഈ ഒരു ലോസ് എനിക്ക് അവിടെ എന്തുണ്ടായിരുന്നു, ഒരു 500 ലോസ്, മാക്സിമം പോയി കഴിഞ്ഞാൽ 500 to 600 ലോസാണ് ഞാൻ പ്ലാൻ ചെയ്ത് വെച്ചിരുന്നത്. സോ മാർക്കറ്റ് ഇൻ കേസ് അഗെയിൻസ്റ്റ് പോയി കഴിഞ്ഞാൽ ആ ലോസ് എടുക്കുക എന്നുള്ളതാണ്, അതിന് ഏറെ പോകാതിരിക്കുക. ഇപ്പം ഇവിടെ ICICI ബാങ്കിൽ 10.44 റുപ്പീസിൻ്റെ ഇത് ആക്ച്വലി ഒരു ചെറിയ മിസ്റ്റേക്ക് പറ്റിയതാണ്. പിന്നെ ITCയിൽ ഒരു ലോസ് വന്നിട്ടുണ്ടായിരുന്നു 531. സോ ഈ ഒരു ലോസ് ആക്ച്വലി
1000 പോയിട്ടുണ്ടോ? ഇല്ല. 2000 പോയിട്ടുണ്ടോ? ഇല്ല. ഈ ഒരു ലോസ് എന്ത് ചെയ്തു? എൻ്റെ ഒരു പ്ലാൻ അനുസരിച്ച് ഈ ഒരു സ്റ്റോക്കിൽ എനിക്ക് ലോസ് മാക്സിമം ഞാൻ വിചാരിച്ചിരുന്നത് 500 to 600 ആണ്. സോ ആ ഒരു ലോസ് ഞാൻ എന്ത് ചെയ്തു? അവിടെ മാനേജ് ചെയ്തു. പിന്നെ എനിക്ക് വന്നൊരു ലോസ് ടാറ്റ കെമിക്കൽസിലായിരുന്നു. ഈ ഒരു ടാറ്റ കെമിക്കൽസിൽ 516 റുപ്പീസിൻ്റെ ലോസാണ്. അപ്പോൾ ഇവിടെയും എൻ്റെ ഒരു ലോസ് എന്തായിരുന്നു? പ്രീ പ്ലാൻഡ് ആയിരുന്നു. ഒരു പ്രീ പ്ലാൻഡ് ആയിട്ടുള്ള ഈ ഒരു ലോസിന് ഞാൻ എന്ത് ചെയ്തു? മാർക്കറ്റിൽ എക്സിക്യൂട്ട് ചെയ്തു. അതായത് എനിക്ക് ആ ഒരു 500 to 600 റുപ്പീസാണ് മാക്സിമം അതിൽ ലോസ് എടുക്കാം എന്നുള്ളതാണ് ഞാൻ അവിടെ പ്ലാൻ ചെയ്ത് വെച്ചിരുന്നത്. ഇനി ഇതിൻ്റെ പ്രൊഫിറ്റിൻ്റെ ഭാഗത്തോട്ട് വരുന്ന സമയത്ത് ഇപ്പോൾ ഇവിടെ പ്രൊഫിറ്റ് ലോസ് വരുന്ന സമയത്ത് ആക്ച്വലി അതൊരു ഫിക്സഡ് സ്കെയിലിൽ വരുന്ന ലോസാണ്. പക്ഷേ പ്രൊഫിറ്റിൽ വരുന്ന സമയത്ത് ഈ ഒരു പ്രൊഫിറ്റ് വന്നിരുന്നത് എനിക്ക് 1:2, അതെ ഇവിടെ ഒരു ചെറിയൊരു 1:1 പ്രൊഫിറ്റ് 535 റുപ്പീസിൻ്റെ പ്രൊഫിറ്റാണ് വന്ന്. ഇവിടെ നോക്കുന്ന സമയത്ത് അത് 1:2 മേലുള്ള പ്രൊഫിറ്റാണ്. ഇവിടെ ജസ്റ്റ് 1:2 അടുത്തുള്ള പ്രൊഫിറ്റാണ്. ഇത് കുറച്ച് റിസ്ക് എടുത്തതിന് കുറച്ച് ഹയർ റിവാർഡുകളാണ്. ഇവിടെ കുറച്ച് ഹയർ റിവാർഡുകളാണ്. ഓക്കെ, സോ പ്രൊഫിറ്റിന് എന്ത് വന്നിട്ടില്ല? പ്രൊഫിറ്റ് ഒന്നെങ്കിൽ ഞാൻ പൊതുവേ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒന്നെങ്കിൽ ട്രയൽ ചെയ്ത് കൊണ്ടുപോകാം, അല്ലെങ്കിൽ മാർക്കറ്റ് ക്ലോസ് ചെയ്യുന്നതിന് ഹോൾഡ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ ഒരു ടാർഗറ്റ് വെക്കുന്ന സമയത്ത് ആ ഒരു ടാർഗറ്റിൽ എക്സിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. സോ ആ ഒരു രീതിയിൽ നമ്മൾ പ്രോപ്പർ റിസ്ക് റിവാർഡിനെ മാനേജ് ചെയ്യാൻ നോക്കണം. അതായത് എന്ത് തന്നെ ആയാലും റിസ്കിനെ പ്രോപ്പറായിട്ട് അവിടെ എന്ത് ചെയ്യണം? മാനേജ്ഡ് ആയിരിക്കണം. ഓക്കെ, സോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിച്ചത് അത് തന്നെയാണ്. പ്രോപ്പർ റിസ്ക് റിവാർഡ് മാനേജ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? പ്രോപ്പറായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിലോട്ട് എത്തുള്ളൂ. നമ്മൾ എപ്പോഴും നോക്കുന്ന സമയത്ത് കൺസിസ്റ്റൻസിയാണ് ആക്ച്വലി ദ കീ എന്ന് പറയുന്നത്. ഈ ഒരു കൺസിസ്റ്റൻസിലോട്ട് എത്തണം എന്നുണ്ടെങ്കിൽ റിസ്ക് റിവാർഡാണ് കീ. ഇപ്പോൾ പ്രോപ്പറായിട്ട് റിസ്ക് എടുക്കുന്ന സമയത്ത്, അതായത് ലോസ് ചെയ്യുന്ന സമയത്ത്, നമ്മളൊരു ട്രേഡിൽ ലോസ് ആകുന്ന സമയത്ത് മിനിമം ലോസിലും ഗെയിൻ പോകുന്ന സമയത്ത് അത് മാക്സിമം ഗെയിനിലോട്ട് എത്തിക്കാൻ ശ്രമിക്കുക. അപ്പോഴാണ് ആക്ച്വലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? മാർക്കറ്റിൽ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നുള്ളതാണ്. സോ ഇതിൽ നമ്മൾ നോക്കിയ ഒരുപാട് കാര്യങ്ങൾ, അപ്പോൾ ഇവിടെയൊക്കെ ഇതിൽ ഈ ഒരു സൺഫാർമയുടെ വീഡിയോ ഓൾറെഡി ഒരു കംപ്ലീറ്റ് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ വരുന്നുണ്ട്. സൺഫാർമയുടെ ഓൾറെഡി ചെയ്ത് വെച്ച വീഡിയോസാണ്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിലെങ്ങനെ ആ ഒരു സ്റ്റോപ്പ് ലോസസ് വെച്ച് എന്നുള്ളതൊക്കെ അതിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഇതിൻ്റെ ഒരു ചാർട്ടിൻ്റെ ഒരു ട്രേഡിങ്ങിൻ്റെ ചാർട്ടിലോട്ട് പോയിട്ട് ഞാൻ എന്ത് ചെയ്യാം? ഒന്നും കൂടെ ഈ ഒരു റിസ്ക് റിവാർഡിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ സൺഫാർമയിൽ ഓൾറെഡി ഡിസ്കസ് ചെയ്ത ഒരു സ്റ്റോക്കാണ്. അപ്പോൾ എംഫസിസിൽ ഒരു ട്രേഡ് നമ്മൾ പ്ലേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എംഫസിസിൽ നിങ്ങൾ ഇവിടെ കംപ്ലീറ്റ് ട്രേഡ് ബ്രേക്ക് ഡൗണിലോട്ട് നമ്മൾ പോകുന്നില്ല, പക്ഷേ നമ്മൾ എന്ത് ചെയ്യണം? ചെറിയൊരു ഡിസ്കഷൻ എന്നുള്ള രീതിയിലാണ് പോകുന്നത്. എംഫസിസിൽ നമ്മൾ ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, എംഫസിൽ ട്രേഡ് എടുത്ത സമയത്ത് അത് 723 രൂപയുടെ ഒരു പ്രോഫിറ്റാണ് വന്നത്. ഓക്കെ, ആ ഒരു ട്രേഡിൽ എങ്ങനെ ആക്ച്വലി ആ ഒരു റിസ്ക് റിവാർഡ് മാനേജ് ചെയ്തു എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, എംഫസിസിൽ ഈ ഒരു ട്രേഡ് പോയിട്ടുണ്ടായിരുന്നത് ആക്ച്വലി എന്തിലായിരുന്നു? ഏകദേശം ഈ ലെവലിലാണ് എംഫസിസിൽ നമ്മൾ ഷോർട്ട് പോയിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ലെവലിലാണ് ഷോർട്ട് പോയിട്ടുണ്ടായിരുന്നത്. ഇവിടെ സ്റ്റോപ്പ് ലോസ് വന്നിട്ടുണ്ടായിരുന്നത് ആക്ച്വലി ഈ ലെവലിലാണ്. ഓക്കെ, അപ്പം ഈ ഒരു ലെവലിൽ സ്റ്റോപ്പ് ലോസ് വരുന്ന സമയത്ത് നമ്മളിവിടെ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു സ്റ്റോപ്പ് ലോസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ആക്ച്വലി അതിനനുസരിച്ചുള്ള ക്വാണ്ടിറ്റീസാണ് നമ്മൾ പിന്നെ അവിടെ എടുക്കേണ്ടത്. സോ ഇവിടെ നോക്കുന്ന സമയത്ത്, ഇവിടെ എൻഡ് എടുക്കുന്ന സമയത്ത് നമ്മൾ ഈ ഒരു സ്റ്റോപ്പ് ലോസും കൂടി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എത്ര പോയിൻ്റാണ് സ്റ്റോപ്പ് ലോസ് എന്നുള്ളത്. 16.70 ആണ് നമുക്ക് ഇതിൽ സ്റ്റോപ്പ് ലോസ് വരുന്നത്. ആ 16 into 70 റുപ്പീസാണ് ആക്ച്വലി നമ്മൾ സ്റ്റോപ്പ് ലോസ് വരുന്നത്. അപ്പോൾ ഒരു ക്വാണ്ടിറ്റി നിങ്ങൾ വാങ്ങുന്ന സമയത്ത് 16 രൂപയുടെ റിസ്ക് ആണ് നിങ്ങൾക്ക് വരുന്നത്. അപ്പം അത്ര ക്വാണ്ടിറ്റി, അപ്പം അത്ര സ്റ്റോപ്പ് ലോസിൻ്റെ ക്വാണ്ടിറ്റി നോക്കുന്ന സമയത്ത് നിങ്ങളുടെ റിസ്കിനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രോപ്പറായിട്ട് മനസ്സിലാക്കാൻ പറ്റും. സോ അതിനനുസരിച്ചുള്ള ക്വാണ്ടിറ്റീസാണ് ആക്ച്വലി നമ്മൾ എന്ത് ചെയ്യുന്നത്? ട്രേഡിൽ പ്ലേസ് ചെയ്യേണ്ടത്. സോ ഇവിടെ എംഫസിസ് എന്തുകൊണ്ടാണ് നമ്മൾ ആ ഒരു ചെറിയൊരു പ്രോഫിറ്റിലോട്ട് വരാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഈ ഒരു സ്റ്റോക്ക് ചാർട്ട് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും. ഇവിടെ നിന്ന് ട്രേഡ് എടുത്തിട്ട് പിന്നെ മാർക്കറ്റ് ക്ലോസ് ചെയ്ത് ഇവിടെയാണ് ക്ലോസ് ചെയ്ത് നമ്മൾ ഇവിടെ എക്സിറ്റ് ചെയ്തത്. സോ ഈ ഒരു റിവാർഡാണ് ആക്ച്വലി നമ്മൾ അതിൽ കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഇനി ഇതിൽ ഒരു ലോസ് അടിച്ച ഒരു സ്റ്റോക്കിൻ്റെ ഇതുകൂടെ കാണിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഈ വീഡിയോ അതിൻ്റെ അപ്പോൾ ഓക്കെ, അപ്പം ITCയിൽ ഒരു ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നു. ഈ ITCയിൽ നമുക്ക് 531 റുപ്പീസിൻ്റെ ലോസാണ് വന്നിട്ടുണ്ടായത്. സോ ആ ഒരു ട്രേഡ് നമുക്ക് നോക്കാം. ഓക്കെ, ITCയിൽ ആ ഒരു ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നത്
നമ്മൾ പ്രീവിയസ് ഡേ ലോ ബ്രേക്ക് ചെയ്തിട്ട് മാർക്കറ്റ് എന്ത് ചെയ്തു, ജസ്റ്റ് ഈ ഒരു ലെവലിൽ സസ്റ്റെയിൻ ചെയ്ത സമയത്താണ് ആക്ച്വലി നമ്മൾ ആ ഒരു ട്രേഡ് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇവിടെ ഈ ഒരു ട്രേഡ് പോയ സമയത്ത് ഈ ഒരു ലെവലിൽ നിന്നായിരുന്നു നമ്മൾ ഷോർട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ടുണ്ടായിരുന്ന ആക്ച്വലി ഈ ഒരു ലെവലിലാണ്. ഈ ഒരു ഏകദേശം ഈ ഒരു ലെവൽ അല്ലെങ്കിൽ ഈ ഒരു ലെവലിലാണ് നമ്മൾ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനെ നോക്കുന്ന സമയത്ത് ആക്ച്വലി നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ സ്റ്റോപ്പ് ലോസിൻ്റെ പോയിന്റ് നോക്കണം. ഇവിടെ നോക്കുന്ന സമയത്ത് ഏകദേശം 1 രൂപയുടെ റിസ്ക് ആണ് വരുന്നത്. അപ്പോൾ 1 രൂപയുടെ റിസ്ക് ആണ് നിങ്ങൾ ഒരു ക്വാണ്ടിറ്റി എടുക്കുമ്പോൾ നിങ്ങൾക്ക് വരുന്ന റിസ്ക് എത്രയാണ്, 1 രൂപയാണ്. അപ്പം നിങ്ങൾ എത്രയാണോ നിങ്ങൾക്ക് ഇപ്പോൾ 1000 രൂപയുടെ റിസ്ക് ആണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ ഈ ഒരു 1 രൂപയുടെ ഒരു ക്വാണ്ടിറ്റി ഇൻറ്റു മീൻസ് ഈ 1 രൂപയുടെ സ്റ്റോപ്പ് ലോസ് ഇൻറ്റു ക്വാണ്ടിറ്റി. അപ്പോൾ ആ ഒരു ക്വാണ്ടിറ്റി എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എടുക്കുന്ന റിസ്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രോപ്പറായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇവിടെ സ്റ്റോപ്പ് ലോസ് അടിക്കാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റ് എന്ത് ചെയ്തു, നമ്മൾ ഇവിടുന്ന് എൻഡ് എടുത്തതിന് ശേഷം പിന്നെ ഇവിടെ കുറച്ചേരം സസ്റ്റെയിൻ ചെയ്തിട്ടുണ്ടല്ലോ. ഈ ഒരു ക്യാൻഡിലാണ് ഒരു സ്റ്റോപ്പ് ലോസ് എടുത്തത്. സ്റ്റോപ്പ് ലോസ് എടുത്തപ്പോൾ നമ്മൾ മാർക്കറ്റിന് ഔട്ടായി. സോ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ റിസ്ക് എടുക്കുന്ന സമയത്ത് ലിമിറ്റഡ് റിസ്ക്കും റിവാർഡ് എടുക്കുന്ന സമയത്ത് അത് ട്രയൽ ചെയ്ത് കൊണ്ടുപോയിട്ട് ഹയർ റിവാർഡിലോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ്. ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ആഴ്ച എടുത്ത വേറൊരു ട്രേഡ്, ഇപ്പോൾ ഒരു ട്രേഡ് സ്റ്റോപ്പ് ലോസ് അടിച്ച ട്രേഡാണ് ഡിസ്കസ് ചെയ്തത്. ഇനി അപ്പം ഈ രണ്ടിലും ആക്ച്വലി നമ്മൾ മനസ്സിലാക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്റ്റോപ്പ് ലോസ് ഫിക്സ്ഡ് ആണ്. ഓക്കെ, ഇവിടെ ഞാൻ ഡിസ്കസ് ചെയ്തതൊക്കെ സ്റ്റോപ്പ് ലോസ് ഫിക്സ്ഡ് ആണ്. ഇനി വേറൊരു ട്രേഡ് കഴിഞ്ഞ ആഴ്ച എടുത്ത ട്രേഡായിരുന്നു നേരത്തെ നമ്മൾ സൺഫാർമയിൽ എടുത്തൊരു ട്രേഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ സൺഫാർമയിൽ നമ്മൾ ഈ ഒരു ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നത് ആക്ച്വലി എന്തിലാണ്, ഇവിടെ ആയിരുന്നു സൺഫാർമയിൽ ഈ ഒരു ട്രേഡ് പ്ലേസ് ചെയ്തിട്ടുണ്ടായി. അപ്പോൾ ഇവിടെ നമ്മൾ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ ഈ ഒരു ക്യാൻഡിലിൻ്റെ ലോയിലായിരുന്നു സ്റ്റോപ്പ് ലോസ് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് എന്ത് ചെയ്തു, അപ്പം സ്റ്റോപ്പ് ലോസ് ഇവിടെ എന്താണ്, ഫിക്സ്ഡ് ആണ്. നേരത്തെ പറഞ്ഞ പോലെ, നേരത്തെ വീഡിയോയിലൊക്കെ നേരത്തെ സ്റ്റോക്കിലൊക്കെ ഡിസ്കസ് ചെയ്ത പോലെ സ്റ്റോപ്പ് ലോസ് ഇവിടെയും 500 റുപ്പീസിൻ്റെ സ്റ്റോപ്പ് ലോസ്, ഫിക്സ്ഡ് ആയുള്ള സ്റ്റോപ്പ് ലോസ് തന്നെയാണ് വെച്ചത്. പക്ഷേ റിവാർഡ് നോക്കുന്ന സമയത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എന്ത് ചെയ്തു, റിവാർഡിന് നമ്മൾ എന്ത് ചെയ്തു, ആ ഒരു റിവാർഡിനെ, അതായത് കിട്ടുന്ന റിവാർഡിനെ, അതായത് കിട്ടുന്ന പ്രോഫിറ്റിനെ നമ്മൾ എന്ത് ചെയ്തു, ഒന്നുകിൽ ട്രയൽ ചെയ്ത് കൊണ്ടുപോവുക, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, ആ ഒരു പ്രോഫിറ്റിനെ ഒരു നല്ലൊരു പ്രോഫിറ്റ് എത്തുന്ന സമയത്ത് ബുക്ക് ചെയ്യുന്ന രീതിയിൽ അതിന് എന്ത് ചെയ്യുക, ആ ഒരു മാനേജ് ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ളതാണ്. സോ അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, അങ്ങനെ മാനേജ് ചെയ്ത് കഴിഞ്ഞാൽ, റിസ്ക് റിവാർഡിനെ ആ രീതിയിൽ മാനേജ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ലോസ് വരുന്ന സമയത്ത് മിനിമം ലോസിലും പ്രോഫിറ്റ് വരുന്ന സമയത്ത് നല്ലൊരു പ്രോഫിറ്റ് എടുക്കുന്ന രീതിയിൽ നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ആ ഒരു രീതിയിൽ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൽ മാർക്കറ്റിൽ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇത് കീ എന്ന് പറയുന്നത് ആക്ച്വലി റിസ്ക് റിവാർഡാണ്. റിസ്ക് റിവാർഡ് മെയിൻറ്റെയിൻ ചെയ്യുക. റിസ്ക് റിവാർഡ് മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു കൺസിസ്റ്റൻസിലൂടെ എത്താൻ പറ്റും എന്നുള്ളതാണ്.